എന്റെ ബിൻഷ, നീ എന്തിട്ട് ചെടിയുമ്പോ കളിച്ചിങ്ങനെ നിക്കണേ? ദൂരം മാങ്ങിയ കൊഴിഞ്ഞു പോണേ. ഒരു 5-6 എടുത്ത് കൊടുന്നു അച്ചാറിട്ടെ. നമുക്ക് കഞ്ഞി കുടിക്കുമ്പോ അച്ചാറ് കൂട്ടി കഞ്ഞി കുടിച്ചൂടെ? അമ്മയ്ക്ക് അച്ചാർ ഉണ്ടാക്കണം, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഉണ്ടാക്കി തരാട്ടാ. എടുത്തിട്ട് വാ. നമ്മുടെയൊക്കെ എല്ലാ നാട്ടിലും ഉണ്ടല്ലോ, ചക്കയും മാങ്ങയും ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ചക്ക മാങ്ങ ഇത് വെച്ചിട്ടുള്ള വിഭവങ്ങളായിരിക്കുമല്ലേ കൂടുതലും. പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടാ. എനിക്ക് മാങ്ങ അത്രയ്ക്ക് ഇഷ്ടമൊന്നല്ല കേട്ടോ. പക്ഷെ ഇവിടെ ഏട്ടനും പിള്ളേർക്കൊക്കെ മാങ്ങ ഭയങ്കര ഇഷ്ടം. അവരത് പൊട്ടിച്ചു കൊണ്ടുവന്ന് ഉപ്പൊക്കെ ഇട്ട് തിന്നണ കാണാം. ഒരു കഷ്ണമൊക്കെ ഞാൻ തിന്നാലായിന്നേ ഉള്ളൂ കേട്ടാ. പക്ഷെ എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ചക്കപ്പുഴുക്ക്. അത് ഇവിടത്തെ ഏട്ടന്റെ അമ്മ വെച്ച് തന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. അമ്മ വെച്ച് തരുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നും. എനിക്ക് എന്തോ ഞാൻ വെക്കുന്ന കാര്യങ്ങളോടൊന്നും അത്ര വലിയ ഇഷ്ടമില്ല. നമുക്ക് ഇതിന്റെയൊക്കെ മണം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ തോന്നില്ല. അത് വേറെ വല്ലവരും ഒരു ചമ്മന്തി അരച്ച് തന്നാലും അതിന് ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ് ട്ടോ എനിക്ക് തോന്നാറുള്ളത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മാങ്ങാച്ചാറാണ് കേട്ടാ. മാങ്ങയൊക്കെ ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടാ. തീ ഓഫ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇടാൻ പോകുന്ന പൊടികളൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് ഒന്ന് ചൂട് ലെവലായതിനു ശേഷം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒരു 5 ടീസ്പൂണോളം അച്ചാർ പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കായത്തിന്റെ പൊടിയും ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചൊറുക്കയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് അതിലേക്ക് തിളപ്പിച്ച വെള്ളത്തിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടാ. നമ്മളുടെ അച്ചാർ ദേ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ റെഡി ആയിട്ടുണ്ട്. അച്ചാർ പൊടിക്ക് പകരം നമുക്ക് മുളക് പൊടിയും ഉലുവപ്പൊടിയും കായത്തിന്റെ പൊടി ഇട്ട് കൊടുത്താൽ മതിട്ടാ. നമുക്കിപ്പോ പണി എളുപ്പമാണല്ലോ എല്ലാവരും നോക്കുക. അപ്പൊ അത് നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് കേട്ടാ. മാങ്ങ പൊട്ടിച്ച് അച്ചാറുണ്ടാക്കിയാ പറഞ്ഞപ്പോഴേക്കും? അച്ചാർ ഉണ്ടാക്കി. അമ്മ അതിലേ ഉപ്പൊക്കെ ഒന്ന് ഉണ്ടോന്ന് കറക്റ്റ് ആണോന്നൊന്ന് നോക്കി വെക്കും. പറഞ്ഞപ്പോഴേക്കും അച്ചാറുണ്ടാക്കിയ കറക്റ്റ് ആണോ നോക്കും ഉപ്പൊക്കെ. ഇപ്പൊ കറക്റ്റാ. നന്നായിണ്ടാ? നന്നായിണ്ട്. അമ്മ തിന്നുന്നുണ്ടപ്പോഴേ എന്റെ വായിൽ വെള്ളം വരും. ഞാൻ ഒത്തിരി കഴിച്ചോട്ടെ. നന്നായിണ്ട്. നല്ലേ.